നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്യവസായ മേഖലയിൽ റോഡ് അറ്റകുറ്റപ്പണി, ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടി ഇന്ധന ചോർച്ച. പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ റോഡ് അറ്റകുറ്റപ്പണിക്കിടെ ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടി. 2 മിനിറ്റിലേറെയാണ് മേഖലയിൽ ഇന്ധന ചോർച്ചയുണ്ടായത്. തൊഴിലാളികൾ വിവരം നൽകിയതിന് പിന്നാലെ വാൽവുകൾ അടച്ച് ചോർച്ച പരിഹരിക്കുകയായിരുന്നു. 20 ദിവസത്തിനിടെ 2ാം തവണയാണ് സമാന രീതിയിൽ പൈപ്പ് ലൈൻ പൊട്ടുന്നത്. കഞ്ചിക്കോട്ടെ അഗ്നിശമന സേന യൂണിറ്റും സ്ഥലത്തെത്തിയിരുന്നു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല. വിദ്യാർത്ഥികൾ 16,000 രൂപയാണ് ഗൂഗിൾ പേ വഴി പ്രതി അനുരാജിന് അയച്ചു നൽകിയത്. നിലവിൽ സാക്ഷികളാക്കാനാണ് തീരുമാനം. പണമായും തുക കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളെ ഇനിയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതിനിടെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട സാങ്കേതിക സർവകലാശാല വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചു. കോളേജ് ഡയറക്ടർ നേരിട്ടെത്തിയാണ് അന്വേഷണം നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാൻ സാധിക്കുമായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. BJP പ്രവർത്തകൻ സൂരജ് വധക്കേസ്, 8 CPM പ്രവർത്തകർക്ക് ജീവപര്യന്തം. മുഴുപ്പിലങ്ങാടി BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ച കോടതി. 8 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2 മുതൽ 6 വരെ പ്രതികൾക്കും 7 മുതൽ 9 വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 11ാം പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷയും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. 1ാം പ്രതിയെ ഒളിപ്പിച്ച കുറ്റം തെളിഞ്ഞ 11ാം പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷയും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചന കുറ്റം തെളിഞ്ഞവർക്കും ജീവപര്യന്ത ശിക്ഷയുമാണ് കോടതി വിധിച്ചത്. TK രജീഷ്, NV യോഗേഷ്, K ഷംജിത്ത്, മനോരാജ്, സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്ത ശിക്ഷ. കേസിൽ ഒരാളെ കോടതി വെറുതെ വിട്ടിരുന്നു. ബൈക്കിന് പിറകിൽ കാറിടിച്ചു. കോയമ്പത്തൂരിലേക്ക് പരീക്ഷയ്ക്ക് പോയ ബിടെക് വിദ്യാർത്ഥി മരിച്ചു. വടക്കഞ്ചേരി സ്വദേശി മുഹമ്മദ് അൻസലാണ് മരിച്ചത്. പാലക്കാട് കഞ്ചിക്കോട് ദേശീയപാതയിലായിരുന്നു സംഭവം. വിദ്യാർത്ഥി സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. കോയമ്പത്തൂരിലെ കോളേജിലേക്ക് പരീക്ഷയ്ക്ക് പോവുകയായിരുന്നു അൻസിൽ. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ അൻസിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ തടഞ്ഞുവെച്ച സംഭവം ഇൻവിജിലേറ്ററെ പുറത്താക്കി. +2 പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ തടഞ്ഞുവെച്ച സംഭവത്തിൽ നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ്. ഇൻവിജിലേറ്ററെ പരീക്ഷാ നടപടികളിൽ നിന്ന് പുറത്താക്കി ഉത്തരവിറക്കി. പരീക്ഷാ കമ്മീഷണർ മാണിക് രാജയാണ് ഉത്തരവിറക്കിയത്. ഇൻവിജിലേറ്റർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തീരുമാനിക്കും. മലപ്പുറം KMHS കുറ്റൂർ സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായ അനാമികയോട് എക്കണോമിക്സ് പരീക്ഷയ്ക്കിടെ മറ്റൊരു വിദ്യാർത്ഥി സംസാരിച്ചതിനാണ് ഇൻവിജിലേറ്റർ അനാമികയുടെ ഉത്തരപേപ്പർ പരീക്ഷയ്ക്കിടെ പിടിച്ചുവെച്ചത്. വിദ്യാർത്ഥിനി പരീക്ഷാ ഹാളിൽ നിന്ന് കരഞ്ഞതോടെയാണ് അരമണിക്കൂറിന് ശേഷം ഇൻവിജിലേറ്റർ ഉത്തരക്കടലാസ് തിരിച്ചു നൽകിയത്. എന്നാൽ സമയം നഷ്ടമായതോടെ വിദ്യാർത്ഥിനിക്ക് ഉത്തരങ്ങൾ മുഴുവൻ എഴുതാൻ സാധിക്കാതെ വന്നു. ഉത്തരങ്ങൾ തനിക്ക് അറിയാമായിരുന്നുവെന്നും സമയം ലഭിച്ചില്ലെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു. 10ലും +1ലും അടക്കം എല്ലാ വിഷയങ്ങളിലും A+ നേടിയ കുട്ടിയാണ് അനാമിക. വീണ്ടും പരീക്ഷ എഴുതാൻ അവസരമൊരുക്കണമെന്നാണ് കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്ന ആവശ്യം.